ॐ नमो भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च। श्रीरूपं साग्रजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेशा गोपिका कान्दा राधा कान्दा नमोऽस्तुते। तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो ॐ विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंदा। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ വിനീതമായ സാഷ്ടാംഗ പ്രണാമം. ശ്രീമദ് ഭഗവത്ഗീത നമ്മൾ പഠിച്ചു വരുന്നു. ഭഗവാന്റെ മഹാകാരുണ്യം കൊണ്ട് 9-ാമത്തെ അധ്യായത്തിലെത്തിയിട്ടുണ്ട്. 9-ാമത്തെ അധ്യായമാണ് ഭഗവത്ഗീതയിലെ പ്രധാനപ്പെട്ട അധ്യായങ്ങളിൽ വെച്ച് ഒരു അധ്യായം. ശരിക്കും പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ 18-ാമത്തെ ശ്ലോകം വരെ നമ്മൾ നോക്കി. അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച്, ഭഗവാൻ കൃഷ്ണൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് പറയുന്നു. അത് ഭഗവാൻ പറയുന്നു, ഞാൻ എല്ലായിടത്തും ഉണ്ട്, എല്ലാവരുടെയും ആശ്രയം ഞാനാണ്, സർവ്വകാരണങ്ങളുടെയും കാരണം ഞാനാണ്. ഇതാണ് 3 ശ്ലോകങ്ങളിലായിട്ട് പറയുന്നത്. 17, 18, 19. നമ്മൾ 17, 18 കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. ഭഗവാൻ പറയുന്നത് നമ്മൾ കണ്ടു. പിതാഹം അസ്യ ജഗത്തോ, ഞാനാണ് പിതാവ്. അദ്ദേഹം പറയുന്നു ഈ ജഗത്തിൻ്റെ മുഴുവൻ പിതാവ്. ഈ എന്തിനു പറയണം? ഈ ജഗത്ത് എന്ന് പറഞ്ഞാൽ ഈ ബ്രഹ്മാണ്ടം മാത്രമല്ല, അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട്. ഭൗതിക ലോകം മുഴുവൻ എടുക്കുകയാണെങ്കിലും ഭൗതിക ലോകത്തിൽ അനേക കോടി ബ്രഹ്മാണ്ടങ്ങളാണുള്ളത്. അതേപോലെ ആധ്യാത്മിക ലോകമുണ്ട്. ആധ്യാത്മിക ലോകവും ഭഗവാൻ തന്നെയാണത്. ആ ആധ്യാത്മിക ലോകത്തിൻ്റെ കാരണവും അദ്ദേഹം തന്നെയാണ്. സർവകാരണം. പിതാഹം അസ്യ ജഗത്തോ, എല്ലാത്തിൻ്റെയും പിതാവാണ് അദ്ദേഹം. മാതാ ധാതാ പിതാമഹ, അതേ സമയത്ത് അച്ഛനാണ്, അമ്മയാണ്, അതേപോലെ മുത്തശ്ശനുമാണെന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ചുരുക്കം പറയുകയാണെങ്കിൽ ഭഗവാന് അപ്പുറത്ത് വേറെ ഒന്നുമില്ല. എല്ലാത്തിൻ്റെയും തുടക്കം അദ്ദേഹമാണ്.
എന്നാൽ ഭഗവാന് കാരണമുണ്ടോ, അല്ലെങ്കിൽ ഭഗവാൻ എവിടെ നിന്ന് വന്നു എന്നുള്ള ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. കാര്യം അദ്ദേഹം എല്ലാത്തിൻ്റെ തുടക്കമാണ്, അദ്ദേഹത്തിന് തുടക്കമില്ല. അത് പറയാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഭഗവാനെന്ന് വിളിക്കാൻ സാധിക്കില്ല അദ്ദേഹത്തെ, അല്ലേ? ഭഗവാന് ഒരു അച്ഛനില്ല. എല്ലാത്തിൻ്റെയും അച്ഛനും അമ്മയും മുത്തശ്ശനും ഒക്കെ ഭഗവാനാണെന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ ഭഗവാന്റെ അച്ഛൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പറയും നന്ദഗോപൻ അല്ലേ, അതേപോലെ അമ്മ യശോദമ്മയല്ലേ. ശരി, ഓക്കെ, ലീലയുടെ ഭാഗമായിട്ട് നിത്യധാമത്തിലും ആ ലീലകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയുമായിട്ടും അല്ലെങ്കിൽ ഭഗവാൻ അവരുടെ മക്കളായിട്ടും വരുന്നു, അല്ലെങ്കിൽ ലീലയുടെ ഭാഗമായിട്ട് അതിന് ഭഗവാൻ സമ്മതിക്കുന്നു. പക്ഷേ അതിൻ്റെ അർത്ഥം അദ്ദേഹം പരമദിവ്യോത്തമ പുരുഷൻ്റെ സ്ഥാനം പോകുന്നില്ല അദ്ദേഹത്തിന്. ലീലയുടെ ഭാഗമായിട്ട് അദ്ദേഹം അച്ഛനാവും, മകനാവും, അനിയനാവും, അല്ലെങ്കിൽ ഭാര്യയാവും, ഭർത്താവും, എന്ത് വേണമെങ്കിൽ ആവും അദ്ദേഹത്തിന്. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്നാൽ എല്ലാത്തിൻ്റെയും തുടക്കം അദ്ദേഹമാണ്. വേദ്യം പവിത്രം ഓംകാരം. എല്ലാ വേദങ്ങളും അല്ലെങ്കിൽ എല്ലാ ജ്ഞാനവും അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാനെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട്. വേദേശ്ച സർവേർ അഹം ഏവ വേദ്യോ, ഭഗവത്ഗീതയിലെ 15 ശ്ലോകം 15 അധ്യായം 15 പറയുന്ന പോലെ എല്ലാ ജ്ഞാനത്തിൻ്റെയും ആ ഒരു ജ്ഞാനം എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാനെ മനസ്സിലാക്കാൻ വേണ്ടി, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഓംകാരം നമുക്കറിയാം. ഓം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ വേദമന്ത്രങ്ങളിൽ വരുന്ന ശബ്ദമാണ് ഓം. ഓം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. ഓം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നാമം തന്നെയാണ്, വ്യത്യാസമില്ല. ഋക് സാമ യജുർ ഏവച്ച, എല്ലാ വേദങ്ങളും ഞാൻ തന്നെ, ഭഗവാൻ പറയുന്നു. ഗതിർ ഭർത്ത പ്രഭു സാക്ഷി, എല്ലാത്തിൻ്റെയും ഗതി, എല്ലാവരുടെയും ഗതി ഞാനാണ്, അല്ലേ? നമ്മുടെ ഗതിയും ഭഗവാനാണ്. അതായത് ജീവനേ നിധനേ നിത്യം രാധാകൃഷ്ണ ഗതിർ മമ, രാധാകൃഷ്ണനല്ലാതെ വേറെ എനിക്ക് ഒരു ഗതിയുമില്ല. എൻ്റെ ഗോൾ അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യം അതാണ്. അതേപോലെ തന്നെ എന്താണ് പറയുന്നത്? സാക്ഷി, എല്ലാത്തിൻ്റെയും സാക്ഷിയാണ് ഞാൻ. എല്ലാത്തിൻ്റെയും സാക്ഷിയാണ് ഭഗവാൻ. എല്ലാം കാണുന്നു. നമ്മൾ വിചാരിക്കും ഒന്നും കാണുന്നില്ല എന്ന്, അദ്ദേഹം എല്ലാം കാണുന്നു. ഇനി അടുത്ത ശ്ലോകം എന്താണെന്ന് നമുക്ക് നോക്കാം. 19ാമത്തെ ശ്ലോകം. ഇന്നത്തെ ശ്ലോകം 19ആണോ 20ആണോ? 19. ഓക്കെ, ആ ശ്ലോകം കഴിഞ്ഞിട്ടില്ല. ഗതിർ ഭാർത്തർ പ്രഭു സാക്ഷി. അപ്പോൾ അത് പറഞ്ഞതിന് ശേഷം പിന്നെ നിവാസ ശരണം സുഹൃത്ത്, എല്ലാത്തിൻ്റെയും നിവാസം ഞാനാണ്, എല്ലാവരുടെയും ശരണം ഞാനാണ്, എല്ലാവരുടെയും സുഹൃത്താണ് ഭഗവാൻ. അദ്ദേഹം തന്നെ പറയുന്നു, പ്രഭവഃ പ്രളയസ്ഥാനം, എല്ലാം സൃഷ്ടിക്കുന്നത് ഞാനാണ്, പ്രളയം അല്ലെങ്കിൽ സംഹാരവും ചെയ്യുന്നത് ഞാൻ തന്നെയാണ്, സ്ഥാനം എല്ലാം പരിപാലനം ചെയ്യുന്നതും ഞാൻ തന്നെ. ഭഗവാൻ പറയുന്നു, നിധാനം ബീജം അവ്യയം, എല്ലാവരും എന്നിലാണ് ആശ്രയിക്കുന്നത്, അല്ലെങ്കിൽ എന്നിലാണ് അഭയം പ്രാപിക്കുന്നത്. നമുക്കറിയാം, ഭഗവാൻ സംഹാരം നടക്കുമ്പോൾ അല്ലെങ്കിൽ ലോകം അവസാനിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭൗതിക ബ്രഹ്മാവിൻ്റെ ആയുസ് തീരുമ്പോൾ ആ ബ്രഹ്മാണ്ടത്തിൻ്റെ ആയുസ് തീരുന്നു, അല്ലേ? ബ്രഹ്മാവിൻ്റെ ആയുസ്സും ബ്രഹ്മാണ്ടത്തിൻ്റെ ആയുസ്സും ഒരേപോലെയാണ്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ആയുസ് തീരുന്നതോടുകൂടി ആ ബ്രഹ്മാണ്ടം മുഴുവനും ഭഗവാന്റെ അകത്തേക്ക് കയറുന്നു, മഹാവിഷ്ണുവിൻ്റെ അകത്തേക്ക്. അപ്പോൾ ആ സമയത്ത് എല്ലാവരും അവിടെ പോയി റെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്ത സൃഷ്ടി നടക്കുമ്പോഴാണ് വീണ്ടും വരുന്നത്. ആ സമയത്ത് ഏതൊക്കെ ജീവാത്മാക്കളുടെ കർമ്മം അനുസരിച്ചിട്ട് അവർക്ക് ഇപ്പോഴും യോഗ്യത നേടിയിട്ടില്ല ഭൗതിക ലോകം വിട്ട് ആധ്യാത്മിക ലോകത്തിലേക്ക് പ്രവേശിക്കാൻ, അങ്ങനെയുള്ളവർ വീണ്ടും ഇവിടെ ജനിക്കുന്നു. നമ്മുടെ കർമ്മം അനുസരിച്ച് ചിലപ്പോൾ അതേ ബ്രഹ്മാണ്ടത്തിലായിരിക്കില്ല വരുന്നത്. കാര്യം മഹാവിഷ്ണുവിൻ്റെ ശരീരത്തിനകത്ത് അനേക കോടി ബ്രഹ്മാണ്ടങ്ങളാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ഏത് ബ്രഹ്മാണ്ടത്തിലേക്ക് വേണമെങ്കിൽ പോവാം, ഇതൊന്നും നമുക്കറിയില്ല. പക്ഷേ അങ്ങനെയും സംഭവിക്കാം. നമ്മൾ ചുരുക്കം പറയുകയാണെങ്കിൽ നമുക്ക് തന്നെ അറിയില്ല എത്ര കാലങ്ങളായി ഇവിടെയെന്ന്. ചുരുങ്ങിയത് ബ്രഹ്മാവിൻ്റെ ആയുസ് അനുസരിച്ച് നോക്കുവാണെങ്കിൽ ഏകദേശം ബ്രഹ്മാവിന് 50 വയസ്സായെന്ന് പറയുന്നു. ഇപ്പോഴത്തെ കണക്ക്, ഇപ്പോഴത്തെ നമ്മുടെ ബ്രഹ്മാവിന് ഇനിയൊരു 50 വയസ്സും കൂടെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ വയസ്സിനെ കുറിച്ച് പിന്നെ പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ രജനി മാതാജി ഒരിക്കൽ
നമുക്കതിൻ്റെ കണക്ക് തന്നിട്ടുണ്ട്. എത്രയോ എത്രയോ കോടി കോടി കോടി, ഒരു ദിവസം തന്നെ 864 കോടി വർഷങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം. അതേപോലെ ഒരു മാസത്തിൽ 30 ദിവസമുണ്ട്, ഒരു വർഷത്തിൽ 365 ദിവസങ്ങളുണ്ട്, അങ്ങനെ 100 വർഷങ്ങൾ അദ്ദേഹമുണ്ട്. അപ്പോൾ എത്ര കോടിയാണെന്ന് പറയേണ്ട ആവശ്യമില്ല. ചുരുങ്ങിയത് അപ്പോൾ അതിൻ്റെ പകുതി എടുക്കുകയാണെങ്കിൽ, ബ്രഹ്മാവിന് 50 വയസ്സായെങ്കിൽ അതിൻ്റെ പകുതി എടുക്കുകയാണെങ്കിൽ അത്രയും കാലമായിട്ടുണ്ട് മിനിമം നമ്മൾ ഈ ബ്രഹ്മാണ്ടത്തിൽ കറങ്ങി നടക്കുന്നത്. അപ്പോൾ ഇതേപോലെ എത്ര ബ്രഹ്മാണ്ടങ്ങൾ കറങ്ങിയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ന് വന്നു എന്നുള്ളതിന് ഒരു കണക്കുമില്ല. എവിടെ എപ്പോൾ ഭൗതിക ലോകത്തിൽ നമ്മൾ വന്നിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഒരു കണക്കുമില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ്, ഒന്ന് ചിന്തിച്ചു നോക്കൂ, എത്രയോ വൈകിപ്പോയിരിക്കുന്നു. നമ്മൾ തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇതുവരെ ആത്മാർത്ഥപരമായിട്ട് നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ നമ്മളിവിടെ ഇരിക്കില്ല. എത്രയോ ആളുകൾ പോകുന്നുണ്ട് അങ്ങോട്ട്, എത്രയോ ആളുകൾ പോകാൻ സാധിക്കുന്നുണ്ട്. ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട്, ഭഗവാനെ ഓർത്തുകൊണ്ട്, അല്ലെങ്കിൽ ഭഗവത് ചിന്തകളോട് കൂടിയിട്ട് ശരീരം വിടുവാണെങ്കിൽ ഒരു സംശയവുമില്ലേ. ഭഗവാൻ പറയുന്നു, യം യം വാപി സ്മരൺ ഭവൻ ത്യജദന്തേ കലേവരം തം തം ഏവൈതി കൗന്തേയ. അത് പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞു, അന്തകാലേച്ച മാം ഏവ സ്മരൺ മുക്ത്വ കലേവരം. അങ്ങനെയുള്ളവർക്ക് അന്തകാലേച്ച മാമേവ, മരിക്കുന്ന സമയത്ത് അവർ സ്മരിക്കുകയാണെങ്കിൽ എന്നെ, ഭഗവാൻ പറയുന്നു, തീർച്ചയായിട്ടും അവരെ ഞാൻ കൊണ്ടുപോകും എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആരും ഇതുവരെ സ്മരിച്ചിട്ടില്ല. നമ്മുടെ മരണം, നമ്മൾ ഒരുപാട് മരിച്ചിരിക്കുന്നു, ഒരുപാട് അമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കുന്നു. മനുഷ്യരുടെ മാത്രമല്ല, പല മൃഗങ്ങളായിട്ടും അതേപോലെ ചെടിയായിട്ടും മരങ്ങളായിട്ടും. ഒന്ന് ചിന്തിച്ച് നോക്കൂ. നമ്മളെല്ലാവരും ചിന്തിച്ച് നോക്കേണ്ട കാര്യം തന്നെയാണ്. എന്നിട്ടും നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹം ജനിക്കുന്നില്ല. ഇവിടെയുള്ള സാധനങ്ങളോടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് പോകുന്നില്ല, അല്ലേ? നിർഭാഗ്യവശാൽ അത്രയ്ക്കും ഡേഞ്ചറാണ് ശരിക്കും ഇവിടെ. അത്ര വലിയൊരു ഊരാക്കുരുക്ക് തന്നെയാണ് ഈ ഭഗവാന്റെ ആന്തരിക ശക്തി. എന്തുകൊണ്ട് ഇതിനിത്ര ശക്തിയുണ്ട്? മായാദേവിയുടെ പ്രഭാവം എങ്ങനെ, മായാദേവി ഇത്രയും സ്ട്രോങ് ആവുന്നത് എങ്ങനെയാണ്? കാര്യം അത് ഭഗവാന്റെ ശക്തിയാണ്. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, എൻ്റെ ശക്തി തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ ആന്തരിക ശക്തിയാണെന്ന് മാത്രം, പക്ഷേ എന്നാലും ഭഗവാന്റെ ശക്തി തന്നെയാണ്. അതുകൊണ്ട് ഭഗവാന്റെ ശക്തിയെ നമുക്ക് തരണം ചെയ്ത്, അല്ലെങ്കിൽ അതിനെ നമുക്ക് മറികടന്ന് പോവുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ മാത്രം വിചാരിച്ചുകൊണ്ടും നടക്കില്ല. അദ്ദേഹത്തിൻ്റെ കാരുണ്യം 100% വേണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാരുണ്യം വേണമെങ്കിൽ നമ്മളതിനു വേണ്ടി ശ്രമിക്കണം. നമ്മുടെ ശ്രമമില്ലെങ്കിൽ കാരുണ്യം എങ്ങനെ ഉണ്ടാവുന്നു? അല്ലെങ്കിൽ അദ്ദേഹം നമ്മളെ എങ്ങനെ സഹായിക്കുന്നു? ഇവിടെ തന്നെ ഇരിക്കാനാണ് താല്പര്യമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ഭഗവാൻ പറയും, എന്നാൽ ശരി, ഇവിടെ തന്നെ ഇരുന്നോളൂ, നിൻ്റെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ ശരി, ഓക്കെ. നമ്മുടെ ഒരു ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണം പോലെ, ഒരു കള്ളന് കക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ ഓക്കെ, കക്കണമെങ്കിൽ കട്ടോളൂ, അതിൻ്റെ കർമ്മം വരികയാണെങ്കിൽ നീ അനുഭവിച്ചോളൂ, അത്രയേ ഉള്ളൂ. അതേപോലെ നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെടേണ്ട ആഗ്രഹമില്ല, ഇവിടെ ഇരുന്നാൽ മതി എന്നുണ്ടെങ്കിൽ ഭഗവാൻ ശരി എന്നിരുന്നോളൂ, നീ തന്നെ അനുഭവിക്കുക, അല്ലാണ്ട് ഇപ്പോൾ എന്താ ചെയ്യുക? പോകാനുള്ള എല്ലാ വഴിയും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഭഗവാൻ തന്നെ പറയുന്നു, എല്ലാ മാർഗവും പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ താല്പര്യമില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഭഗവാൻ ചിന്തിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ അദ്ദേഹത്തിൻ്റെ അവസ്ഥ. നമ്മളൊക്കെ ആണെങ്കിലോ, ആരെങ്കിലും എന്തെങ്കിലും സഹായിക്കാനോ ഉപദേശം കൊടുക്കാനോ വേണ്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും, നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് പറഞ്ഞു തരുന്നത്, എങ്ങനെയെങ്കിലും ഇതൊന്ന് ചെയ്യുവാണെങ്കിൽ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് കാലമൊക്കെ ഫോളോ അപ്പ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വിട്ടിട്ട് പറയും, ഓ നിങ്ങളുടെ പാടായി, നിങ്ങൾക്ക് പറഞ്ഞ കേൾക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ ശരി വേണ്ട, എന്നാൽ നിങ്ങളുടെ പാടായി. എന്നാൽ ഭഗവാൻ അങ്ങനെയല്ല. അദ്ദേഹം അങ്ങനെ പറയുവാണെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? ഇപ്പോഴും നമ്മൾ ഒരിക്കലും ഭഗവത്ഗീത തുറന്ന് വായിക്കില്ലായിരുന്നു. അദ്ദേഹം പല വഴികളിലൂടെ നമ്മളെ എങ്ങനെയെങ്കിലും, അദ്ദേഹം നേരിട്ട് വന്ന് പറഞ്ഞാലും, ഇനി അദ്ദേഹത്തിൻ്റെ പാർഷദരെ അദ്ദേഹം വിടുന്നു, അവരോട് പറഞ്ഞ്
അവരിലൂടെ അവർ നമ്മളെ സഹായിക്കാൻ വേണ്ടി വരുന്നു. അത് ഗുരുജനങ്ങളെപ്പോലെ ശിലപ്രഭുപാദും മറ്റുള്ള ഗുരുജനങ്ങളൊക്കെ അവർ ഭഗവാന്റെ പാർഷദരാണ്. അവർ ഭഗവാൻ തന്നെ നേരിട്ട് അവരെ നിയോഗിച്ചിട്ടുള്ളതാണ്. അവർ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നു, അങ്ങനെ നമ്മളെ സഹായിക്കാൻ നോക്കുകയാണ്. അങ്ങനെ പല രീതിയിലൂടെയാണ് ഭഗവാൻ സഹായിക്കുന്നത്. ശാസ്ത്രങ്ങളായിട്ട് ഭഗവാൻ വരുന്നു. ഭഗവത്ഗീത ഭാഗവതം ഭഗവാന്റെ വാക്കുകളാണ്, ഭഗവാനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അത് ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല. അതേപോലെ അദ്ദേഹത്തിൻ്റെ പാർഷദർ ഇത് തന്നെയാണ് അവരുടെ ദൗത്യം. എല്ലാവർക്കും കൃഷ്ണാവബോധം കൊടുക്കുക, ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുപോവുക എന്നുള്ളൊരു ഉദ്ദേശം. ഭഗവാനെ ആഗ്രഹിക്കുന്നത് അവർ നടത്തുവാൻ വേണ്ടി ഭഗവാനെ സഹായിക്കുന്നു. ഭഗവാനെ മിഷനിൽ സഹായിക്കുന്നതാണ് അവർ. അതാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ അതാണ് ഭഗവാനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പറയുന്നു, പരമാത്മാവായിട്ട് നമ്മുടെ ഹൃദയത്തിലുണ്ട്. ഹൃദയത്തിൽ ചൈത്യഗുരു അല്ലെങ്കിൽ പരമാത്മാവ് രണ്ടും ഒന്ന് തന്നെ. ചൈത്യഗുരുവായിട്ട് നമുക്ക് നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്, ശരിയും തെറ്റുമൊക്കെ. അത് ഒരു തരത്തിൽ. അപ്പോൾ അകത്ത് ഭഗവാൻ ഇരിക്കുന്നുണ്ട് ഓരോരുത്തരുടെയും. രണ്ട് ശാസ്ത്രങ്ങളായിട്ട് ഭഗവാൻ വന്നിട്ടുണ്ട്. ശാസ്ത്രങ്ങളിലും പറയുന്നുണ്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ളത്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ എന്താണ് ഗതി, ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ എന്താണ് ഗതി. അപ്പോൾ ആ പരംഗതിയിലേക്ക് എത്തണമെങ്കിൽ എന്താണ് മാർഗം, വളരെ ക്ലിയർ ആയിട്ട് ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ അകത്തുനിന്ന് ഭഗവാൻ നമുക്ക് നിർദ്ദേശങ്ങൾ തരുന്നു പരമാത്മാവായിട്ട്. പുറത്ത് ശാസ്ത്രമായിട്ടുണ്ട്, പോരാത്തതിന് ഗുരുജനങ്ങളായിട്ടും ഭഗവാന്റെ പാർഷദരെ ഭഗവാൻ വിടുന്നുണ്ട്. അപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ എല്ലാ പോസിബിലിറ്റിയും അല്ലെങ്കിൽ എല്ലാ തരത്തിലും അദ്ദേഹം നമ്മളെ സഹായിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കാണെങ്കിൽ മൈൻഡില്ല, അതാണ് പ്രശ്നം. നാരദമുനിയോട് മറ്റേ ഇന്നലെ നമ്മളെപ്പോഴും പറയുന്ന ഉദാഹരണം പോലെ അദ്ദേഹം പറഞ്ഞ പോലെ ഭഗവാൻ പിന്നെ വന്നാൽ മതി, ഇപ്പോൾ കുറച്ചും കൂടെ ഇവിടെ കാര്യങ്ങളുണ്ട് എന്നുള്ള അവസ്ഥയാണ് നമ്മുടെ. എന്തു പറയാൻ. ശ്ലോകം 19. തപാമ്യഹം അഹം വർഷം നിഗൃണാമി ഉത്സൃജാമി ച അമൃതം ചൈവ മൃത്യുശ്ച സദ് അസച്ചാഹമർജുന. യെസ്, ആര് വായിക്കുന്നു? ഹരേ കൃഷ്ണ പ്രഭു. യെസ്, വായിക്കൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. തപാമ്യഹമഹം വർഷം നിഗൃഹ്ണാമ്യുത്സൃജാമി ച അമൃതം ചൈവ മൃത്യുശ്ച സദസച്ചാഹമർജുന. വർത്തനം ഭാവാർത്ഥം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അല്ലയോ അർജുന, ഞാൻ ഊർജം പ്രദാനം ചെയ്യുന്നു, മഴ പെയ്യിക്കുന്നതും നിർത്തുന്നതും ഞാൻ തന്നെ. ഞാനാണ് അമൃതവും മൃത്യുവും, ആത്മാവും ജഡവസ്തുവും എന്നിലാണ്. ഭാവാർത്ഥം. കൃഷ്ണൻ തന്റെ വിവിധ ശക്തികളാൽ വൈദ്യുതിയാലും സൂര്യനാലും ചൂടും വെളിച്ചവും പരത്തുന്നു. വേനൽക്കാലത്ത് മഴ പൊഴിയാതെ തടയുന്നതും മഴക്കാലത്ത് വർഷധാരകൾ അഴിച്ചുവിടുന്നതും കൃഷ്ണനാണ്. നമ്മുടെ ജീവിതകാലത്തിന് ദൈർഘ്യം കൂട്ടി ഈ ശരീരത്തെ നിലനിർത്തുന്നതും കൃഷ്ണനാണ്. അന്ത്യദശയിൽ മൃത്യുരൂപത്തിൽ വരുന്നതും അദ്ദേഹം തന്നെ. കൃഷ്ണന്റെ വ്യത്യസ്തങ്ങളായ ഈ ശക്തികളെ വിശകലനം ചെയ്യുന്നതാകയാൽ പദാർത്ഥം, ആത്മാവ്, ചൈതന്യ വസ്തു എന്നിങ്ങനെയുള്ള ദ്വന്ദ്ഭാവം കൃഷ്ണനില്ലെന്ന് സ്പഷ്ടമാവും. വാസ്തവത്തിൽ അവ രണ്ടും അദ്ദേഹം തന്നെ. കൃഷ്ണാബോധത്തിന്റെ ഉച്ചകോടിയിൽ ഏവർക്കും ഈ ഒരു ഭാവം ഇല്ലാതാവുകയും ചെയ്യും. ഭക്തൻ എവിടെയും കൃഷ്ണനെ മാത്രം കാണുന്നു. ആത്മാവും പദാർത്ഥവും കൃഷ്ണനാകയാൽ സർവ പ്രത്യക്ഷ ഭൗതിക പ്രപഞ്ചങ്ങളും അടങ്ങിയ ഭീമാകാരമായ ആ വിശ്വരൂപവും കൃഷ്ണനാണ്. ദ്വിഭുജനായ ശ്യാമസുന്ദരനായി ഓടക്കുഴലൂതിക്കൊണ്ട് വൃന്ദാവനത്തിൽ അദ്ദേഹം നടത്തിയ ലീലകൾ എല്ലാം ഭഗവാന്റേതു തന്നെ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഭഗവാൻ പറയുന്നു ഇവിടെ, എന്താണ് പറയുന്നത്? തപാമി അഹം, ഞാൻ തന്നെയാണ് ചൂട് തരുന്നത്. അതേപോലെ തന്നെ അഹം വർഷം, മഴ തരുന്നതും ഞാൻ തന്നെ. മഴയുടെ കാരണവും ഭഗവാൻ തന്നെ. ചൂടില്ലെങ്കിൽ, സൂര്യനില്ലെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കുകയോ ഇല്ല. അത്യാവശ്യമാണ് അല്ലേ? മഴയില്ലെങ്കിൽ സാധിക്കുകയോ ഇല്ല. ഇനി എന്താണ് പറയുന്നത്? അദ്ദേഹം പറയുന്നു, ഞാൻ തന്നെയാണ് മഴ വിടുന്നതും. അത് മഴയുടെ കാരണം അദ്ദേഹം തന്നെയാണെന്ന് പറയുന്നു. ഓക്കെ. അമൃതം ചൈവ മൃത്യുശ്ച, ഞാൻ തന്നെയാണ് മുക്തിയുടെ കാരണം. ഞാൻ തന്നെയാണ് മരണവും മരണമായിട്ടും ഭഗവാൻ നമ്മുടെ മുമ്പിൽ വരുന്നു. അതാണ് അല്ലേ? മരണമായിട്ട് ഭഗവാൻ മുമ്പിൽ വരുന്നു പറഞ്ഞാൽ കാര്യം ഈ ലോകത്തിനെ ഡിസൈൻ ചെയ്തിട്ടുള്ള അങ്ങനെയാണ്.
അപ്പോൾ ഇവിടെയുള്ള എല്ലാത്തിനും ഭൗതികമായിട്ടുള്ള ശരീരത്തിന് ഒരു അവസാനമുണ്ട്. അപ്പോൾ മരണമായിട്ടും അദ്ദേഹം നമ്മുടെ മുമ്പിൽ വരുന്നു. അതേപോലെ തന്നെ ആ ഭഗവാൻ തന്നെയാണ് നമ്മുടെ മുക്തിക്ക് കാരണമാവുന്നതും. സത് അസച്ച് ചാഹം അർജുന. ഞാൻ ഒരേ സമയത്ത് ആധ്യാത്മിക അല്ലെങ്കിൽ എന്താ പറയുക, സൂക്ഷ്മമായിട്ടുള്ളതും സ്ഥൂലമായിട്ടുള്ളതും ഞാൻ തന്നെയാണ് എല്ലാം. അതിൽ ആധ്യാത്മികമാവാം അല്ലെങ്കിൽ ശാശ്വതമായിട്ടുള്ളതാവാം. അപ്പോൾ ഇതെല്ലാം ഭഗവാൻ പറയുന്ന അതാണ് പറയുന്നത്. അതാണ് നമുക്കറിയാം, ഈ ഭൗതിക ലോകം ഭഗവാന്റെ ബഹിരാംഗ ശക്തിയാണ്. അതേപോലെ ആധ്യാത്മിക ലോകം അദ്ദേഹത്തിൻ്റെ ആന്തരിക ശക്തിയാണ്. അപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ ഭൗതിക ലോകമാണെങ്കിലും ആധ്യാത്മിക ലോകമാണെങ്കിലും ഭൗതികമായിട്ടുള്ള എന്ത് സാധനമാണെങ്കിലും ആധ്യാത്മിക തലത്തിലുള്ള എന്ത് സാധനമാണെങ്കിലും സൂക്ഷ്മമായിട്ടുള്ളതാണെങ്കിലും സ്ഥൂലമായിട്ടുള്ളതാണെങ്കിലും എല്ലാം അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടെ ഒന്നുമില്ല. അതാണ് എല്ലാവരും പറയുന്നു, സയൻറ്റിസ്റ്റുമാരും അവരൊക്കെ പുതിയ പുതിയ സാധനങ്ങൾ കണ്ടുപിടിച്ച് ഇത് ഞാൻ കണ്ടുപിടിച്ചു, അത് മറ്റാൾ കണ്ടുപിടിച്ചു എന്നൊക്കെ പറയുന്നതിന് വല്ല അർത്ഥമുണ്ടോ? ശരിക്കും പറയുകയാണെങ്കിൽ ഒരു അർത്ഥവുമില്ല. എന്തൊക്കെയോ ഭഗവാന്റെ സൃഷ്ടിയുടെ ഭാഗമായിട്ട് ഉള്ള സാധനങ്ങളെല്ലാം കോർത്തിണക്കി ചേർത്തുകൊണ്ട് ചിലപ്പോൾ ഒരു ഷേപ്പിൽ നമുക്ക് തരുന്നുണ്ടാവും. ആപ്പിൾ ഫോൺ പോലെ, സാംസങ്ങിൻ്റെ ഫോൺ പോലെ. പക്ഷേ അതിനുള്ളിൽ പല സാധനങ്ങളും ഉണ്ട്. ഇതൊക്കെ എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കുമ്പോൾ അതിനെ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഓരോ ചെറിയ അതിനെ ആറ്റമായിട്ട് കണമായിട്ട് എടുക്കുവാണെങ്കിൽ അതെവിടെ നിന്ന് വന്നു? അതെല്ലാം ഭഗവാനിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ അത് എല്ലാം കൂടെ കൊണ്ടുവന്ന് അസംബിൾ ചെയ്യുന്നു എന്ന് മാത്രം, അത്രയേ ഉള്ളൂ. ആ അസംബിൾ ചെയ്യണമെങ്കിൽ ആ വ്യക്തിക്ക് ബുദ്ധി കൊടുക്കുന്നത് ആരാണ്? അതും ഭഗവാൻ തന്നെ. അപ്പോൾ അദ്ദേഹത്തിൻ്റേതല്ലാതായിട്ടുള്ള വല്ല കാര്യമുണ്ടോ? അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലെയിം ചെയ്യാനുള്ള വകുപ്പുണ്ടോ ഇവിടെ? ഒന്നുമില്ല. ചുരുക്കം പറയും. ഇതൊക്കെ ആർക്കെങ്കിലും അറിയോ? പുറത്തൊക്കെ ഇത് പറയുകയാണെങ്കിൽ ആൾക്കാർ വിചാരിക്കും നമുക്ക് ഭ്രാന്താണെന്ന്. പക്ഷേ ഇതാണ് സത്യം. അവർ ഭ്രാന്തെന്ന് നമ്മളെ വിളിച്ചാലും കുഴപ്പമില്ല. സത്യം ഇതാണ്. ശാസ്ത്രങ്ങളിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇതിനപ്പുറത്തേക്ക് വേറെ എന്ത് തെളിവാണ് വേണ്ടത്? അതുകൊണ്ട് ചില ശാസ്ത്രജ്ഞന്മാരൊക്കെ, ഐസക് ന്യൂട്ടനെ പോലുള്ള, അതുപോലെ ആൽബർട്ട് ഐൻസ്റ്റീൻ, അവരൊക്കെ നിരീശ്വരവാദികളായിരുന്നില്ല. അവർ തന്നെ പറയാറുണ്ട്, ഇതൊക്കെ ഞങ്ങൾ പറയുന്നു എന്നുള്ളതൊക്കെ ശരി, ഞങ്ങൾ പലതും ഇപ്പോൾ ഇത് ഞങ്ങളായിട്ട് കണ്ടുപിടിച്ചതല്ല. അതുമാത്രമല്ല, ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ശക്തിയും വ്യക്തിയും ഒക്കെ വേറെയുണ്ട്. അതുകൊണ്ട് ഇതൊന്നും നമ്മുടെ കൺട്രോളിലുള്ളതല്ല എന്ന് അവർ തന്നെ പറയാറുണ്ട്. എന്നാൽ ചില ശാസ്ത്രജ്ഞരുണ്ട്, അവർ നിരീശ്വരവാദികളായിട്ടുള്ളവരുമുണ്ട്. രണ്ട് കൂട്ടരുമുണ്ട്. അപ്പോൾ രണ്ടാമത്തെ നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളുടെ കാര്യം പറയുകയാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കത് മനസ്സിലാക്കാനുള്ള സുകൃതി ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും മേ ബി ഇനി ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മറ്റുള്ള ജന്മങ്ങളിൽ അവർക്ക് അതിനുള്ള അവസരം കിട്ടുന്നു. ഭഗവാന്റെ ഭക്തരുടെ ഒരു കാരുണ്യം കൊണ്ട് അവർക്കും അവസരം കിട്ടുന്നു. അതാണ്. അപ്പോൾ ചുരുക്കം പറയുവാണെങ്കിൽ നമുക്ക് ഭഗവാനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒന്നും തന്നെ ഇവിടെ പറയുവാൻ സാധിക്കില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ശ്രീല പ്രഭുജി ഭാവാർത്ഥത്തിലും പറയുന്നത് ഇത് തന്നെയാണ്. ഭഗവാന്റെ ശക്തികളാണ് എല്ലായിടത്തും ഉള്ളത്. അത് ആന്തരിക ശക്തിയാവാം, ബഹിരാംഗ ശക്തിയാവാം, എല്ലാം തന്നെ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ശരിക്കും പറയുകയാണെങ്കിൽ അതാണ് പറയുന്നത്, ഒരു ശുദ്ധ ഭക്തനെ സംബന്ധിച്ച് ഈവൻ ഭൗതിക ലോകത്തിലെ കാര്യങ്ങളും അല്ലെങ്കിൽ ഇവിടെ എന്തൊക്കെ സാധനങ്ങൾ ഭൗതികമായിട്ടുള്ളതുണ്ട്, അതിൽ പോലും നമ്മൾ ഭഗവാന്റെ ഒരു പ്രസൻസ് നമ്മൾ മനസ്സിലാക്കുന്നു. അതാണ് ശുദ്ധ ഭക്തരുടെ നോക്കിക്കാണുന്നത് അങ്ങനെയാണ്. എല്ലായിടത്തും ഭഗവാൻ ഉണ്ട് എന്നുള്ളത് അവർക്ക് അറിയാവുന്നത് കൊണ്ട് ആ ഒരു ഡിസ്റ്റിങ്ഷൻ അവർക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത്, നമ്മൾ കേട്ടിട്ടുണ്ടാവും, വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണെ കവിഹസ്തിനി കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഉത്തമ അധികാരികളായിട്ടുള്ള ഭക്തർ, അവരെ സംബന്ധിച്ച് ഭക്തർ അഭക്തർ എന്നുള്ള വ്യത്യാസമൊന്നും അവർക്കില്ല. ശത്രു അല്ലെങ്കിൽ മിത്രം എന്നുള്ള വ്യത്യാസവും ഇല്ല. എല്ലാവരെയും ഒരേപോലെ കാണുന്നു. കാരണം എല്ലാത്തിലും ഭഗവാന്റെ സാന്നിധ്യം എല്ലാവരും അങ്ങനെയുള്ളവർ കാണുന്നു. അതാണ്. അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ള വീക്ഷണം ശരിക്കും പറയുകയാണെങ്കിൽ. അങ്ങനെ വരുമ്പോൾ
നമ്മൾ ആരെയും വേദനിപ്പിക്കില്ല, നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കില്ല. അതേപോലെ തന്നെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ നേരിടാൻ നമുക്ക് സാധിക്കുന്നു. കാര്യം ഇതെല്ലാം എല്ലായിടത്തും എല്ലാ സാഹചര്യത്തിലും ഭഗവാന്റെ ആ ഒരു സാമീപ്യം അല്ലെങ്കിൽ സാന്നിധ്യം നമ്മൾ മനസ്സിലാക്കുന്നു. അതാണ് പറയുന്നത്. പിന്നെ ശിലപ്രഭാജി അവസാനം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭഗവാന്റെ ഈ പറയുന്ന ഈ ബ്രഹ്മാണ്ടം നോക്കിക്കഴിഞ്ഞാലും ഭൗതിക ലോകത്തിലെ എല്ലാ സൃഷ്ടിയെ നോക്കിക്കഴിഞ്ഞാലും ഇതെല്ലാം ഭഗവാന്റെ ശക്തി തന്നെയാണ്. അത് ഭഗവാന്റെ ബഹിരാംഗ ശക്തിയാണ്. അതേ സമയത്ത് ഈ സൃഷ്ടിയും സംഹാരമൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ ഭൗതിക ലോകത്തിൽ. അതേ സമയത്ത് അതേ ഭഗവാൻ ശ്യാമസുന്ദരൻ വൃന്ദാവനത്തിൽ ഓടക്കുഴലും വായിച്ചുകൊണ്ട് ലീലകൾ ആടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരേ സമയത്ത് എല്ലാം ചെയ്യുന്നു. അപ്പോൾ ആധ്യാത്മിക ലോകത്തിൽ ലീലകൾ നടക്കുന്നു, ഭൗതിക ലോകത്തിലെ പല ബ്രഹ്മാണ്ടങ്ങളും ലീലകൾ ഒരേ സമയത്ത് നടക്കുന്നുണ്ട്. കാര്യം അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട്. അപ്പോൾ നോക്കുവാണെങ്കിൽ അനേക കോടി ബ്രഹ്മാണ്ടത്തിൽ ഏതെങ്കിലും ഒരു ബ്രഹ്മാണ്ടത്തിൽ ഭഗവാന്റെ കൃഷ്ണലീല ഇപ്പോൾ നടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ കൃഷ്ണലീലയല്ല ഓരോ ലീലകളും നടക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ ആചാര്യന്മാർ പറയും, ഭഗവാന്റെ ഏത് ലീല നമ്മൾ സ്മരിക്കുകയാണെങ്കിലും, ഇപ്പോൾ ദാമോദർ ലീല നമ്മൾ സ്മരിക്കുകയാണെങ്കിൽ ഈ ദാമോദർ ലീല ഏതെങ്കിലും ഒരു ബ്രഹ്മാണ്ടത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ടാവും ഭൗതിക ലോകത്തിൽ. അതേപോലെ വേറെ എന്തെങ്കിലും ലീലകൾ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ആ ലീല ആ സമയത്ത് നടക്കുന്നുണ്ടാവും. കാര്യം അനേക കോടി ബ്രഹ്മാണ്ടങ്ങളാണുള്ളത് അപ്പോൾ എല്ലായിടത്തും. അപ്പം നമുക്കതിന് അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ ഗുരുജനങ്ങൾ ഏത് ലീല നമ്മൾ ഓർക്കുവാണെങ്കിൽ സ്മരിക്കുവാണെങ്കിൽ ആ ലീല നമ്മൾ സ്മരിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ആ ലീല ഇപ്പോൾ നടക്കുന്നുണ്ടാവും എവിടെയെങ്കിലും. അതേപോലെ തന്നെ നമ്മൾ ശരിക്കും ആ ലീലയിലേക്ക് കണക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. കാര്യം അത് ഇപ്പോൾ നടക്കുന്നുണ്ട് എവിടെയോ എന്നുള്ളത്, എവിടെയാണെന്ന് നമുക്കറിയില്ല എന്ന് മാത്രം. അത് അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ, ഭഗവാന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒരു തരത്തിൽ നോക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇതൊക്കെ എങ്ങനെയാണ്, പക്ഷേ ഇതെങ്ങനെ സാധിക്കുന്നു. പക്ഷേ ഇതൊക്കെ നമ്മുടെ ചിന്തയിൽ വരുന്ന കാര്യങ്ങളല്ല, അല്ലെങ്കിൽ അചിന്ത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പലതും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നും ചെയ്യേണ്ട. അചിന്ത്യമായ കാര്യങ്ങൾ നമുക്ക് ഈ ബുദ്ധി ഉപയോഗിച്ച്, ഭൗതികമായിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മൾ തലകുത്തി മറിഞ്ഞുകൊണ്ട് കാര്യമില്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് സാധിക്കും. എന്താണ്? ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളവരുണ്ട്. അതേപോലെ ആ മനസ്സിലാക്കിയിട്ടുള്ള ശുദ്ധ ഭക്തർ, നമ്മുടെ ഗുരുജനങ്ങളൊക്കെ അവർ കണ്ടിട്ടുണ്ട്, അവർ മനസ്സിലാക്കിയിട്ടുണ്ട്, അവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ശാസ്ത്രത്തിൽ വളരെ വിശദമായിട്ട് ഭഗവാന്റെ ഭക്തരിലൂടെയും ഭഗവാനും നേരിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് കാര്യങ്ങളെന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ വിശ്വസിക്കുക. അത് നമ്മൾ വിശ്വസിക്കുക. ആ വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മളതിനെ സമീപിക്കുമ്പോൾ നമുക്ക് ഇതിനുള്ള എവിഡൻസുകളൊക്കെ, ഇതിനുള്ള തെളിവുകളൊക്കെ ഭഗവാൻ തന്നെ നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുത്തി തരുന്നു. ഇതാണ് സത്യം. ഇതിനെ വിശ്വാസത്തോടു കൂടി ശാസ്ത്രങ്ങളെയും ഗുരു സാധു ശാസ്ത്രത്തെ നമ്മൾ പൂർണ്ണമായിട്ടും ആശ്രയിച്ച്, ആ ഗുരു സാധുവും ശാസ്ത്രവും പറയുന്നത് നമ്മൾ വിശ്വാസത്തോടു കൂടി സ്വീകരിച്ച് അവർ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അചിന്ത്യമായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ഭാവനയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഭഗവാൻ വെളിപ്പെടുത്തി തരുന്നു. ഇത് സത്യമാണ്. ഇങ്ങനെ സംഭവിക്കും. വിശ്വാസത്തോടു കൂടി നമ്മൾ ഇതിനെ സ്വീകരിക്കുകയാണെങ്കിൽ. ഇല്ലെങ്കിൽ ഒന്നും സാധിക്കില്ല. അതുകൊണ്ടാണ് ചില അവിശ്വാസികൾ പറയുന്നത് പോലെ, തെളിവുകൾ നിരത്തി തരൂ, ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, തെളിവുകൾ വേണം. അങ്ങനെ ചലഞ്ചിങ് സ്പിരിറ്റോട് കൂടിയിട്ട് ഭഗവാനെ അപ്രോച്ച് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും അതൊന്നും വെളിപ്പെടുത്തി കൊടുക്കാൻ പോകുന്നില്ല ഭഗവാൻ. എന്തിനാണ് അതിൻ്റെ ആവശ്യം? അപ്പോൾ ആ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് നഷ്ടം? ആ വ്യക്തിക്കാണ് നഷ്ടം. എന്നാൽ വളരെ വിനയത്തോട് കൂടിയിട്ട്, വിശ്വാസത്തോട് കൂടിയിട്ട്, നമ്മൾ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൂർണ്ണമായിട്ടും ഗുരുവിനെയും സാധുവിനെയും ശുദ്ധ ഭക്തരെയും ശാസ്ത്രങ്ങളെയും ആശ്രയിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഒന്നും സാധിക്കില്ല. ഇതാണ് സക്സസ്. നമ്മുടെ ഭക്തി ജീവിതത്തിലെ സക്സസ് എന്ന് പറഞ്ഞാൽ ഇതാണ്.
അല്ലാതെ നമ്മൾ നേരിട്ട് ഇതിനെ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ഇതിനെ കണ്ടുപിടിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ബുദ്ധി ഉപയോഗിച്ച് ഭഗവത് ധാമത്തിലേക്ക് പോകാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നത് വിഡ്ഢിത്തരമാണ്. ഭഗവാന്റെയും സാധുജനങ്ങളുടെയും ഗുരുജനങ്ങളുടെയും കാരുണ്യം ഇല്ലാതെ, അവർ വിചാരിക്കാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല നമ്മുടെ ജീവിതത്തിൽ. ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇതാണ് സത്യം. ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും അത് തന്നെയാണ്. ഗുരു സാധു ഗുരുജനങ്ങളെയും സാധുക്കളെയും അവരെ വൈഷ്ണവരെയും സേവനം ചെയ്ത് അവരെ പ്രീതിപ്പെടുത്താൻ നോക്കുക. അതേപോലെ ഭഗവത് സേവനങ്ങൾ ചെയ്യുക. വൈഷ്ണവരെ സേവിക്കുന്നത് ഭഗവത് സേവനം ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഭഗവാൻ അദ്ദേഹത്തെ സേവനം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നു വൈഷ്ണവരെ സേവ ചെയ്യുമ്പോൾ, ഭഗവാന്റെ ശുദ്ധഭക്തരെ സേവനം ചെയ്യുമ്പോൾ. നമ്മളിപ്പോൾ വൈഷ്ണവരെ സേവനം ചെയ്യുന്നു, ശുദ്ധഭക്തർ അല്ലെങ്കിൽ ഗുരുജനങ്ങളെ സേവനം ചെയ്യുന്നു, അതിൻ്റെ കൂട്ടത്തിൽ ഭഗവാനെയും സേവനം ചെയ്യുന്നു. കാര്യം ഗുരുജനങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് ഭഗവാനെ സേവനം ചെയ്യുവാനാണ്. ഭഗവാൻ പറയുന്നു ഗുരുജനങ്ങളെ എൻ്റെ ഭക്തരെ സേവനം ചെയ്യാൻ. അപ്പോൾ രണ്ട് കൂട്ടരും പറയുന്നത് നമ്മൾ കേൾക്കണം. ഭഗവാൻ പറയുന്നു എന്നെ പൂജിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, എൻ്റെ ഭക്തരെ പൂജിച്ചാൽ മതി, അവരെ ആരാധിക്കൂ, അവരെ ആശ്രയിക്കൂ. ഭഗവാന്റെ ഭക്തർ നമ്മളോട് പറയുന്നു നമ്മൾ ആരുമല്ല, ഭഗവാന്റെ വേലക്കാരാണ് നമ്മൾ, അതുകൊണ്ട് ഭഗവാനെ ആശ്രയിക്കൂ, ഭഗവാനെ ആരാധിക്കാനുള്ള മാർഗങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരാം, അതനുസരിച്ച് നിങ്ങൾ ചെയ്യൂ. അപ്പോൾ രണ്ട് കൂട്ടരും നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ പക്ഷേ നമ്മളത് രണ്ടും സ്വീകരിക്കുക. അപ്പോൾ രണ്ടും സ്വീകരിച്ച് രണ്ടുപേരെയും സേവിക്കുക. അപ്പോൾ രണ്ടുപേരും സാറ്റിസ്ഫൈഡ് ആവും. ഭഗവാനും സാറ്റിസ്ഫൈഡായി, ഗുരുവും ഗുരുജനങ്ങളും സാധുജനങ്ങളും ഭക്തരും എല്ലാവരും സാറ്റിസ്ഫൈഡായി. അപ്പോൾ ആർക്കാണ് അതിൻ്റെ ഗുണം? നമുക്ക് ഡബിൾ ബെനിഫിറ്റാണ് കിട്ടുന്നത്. രണ്ട് സ്ഥലത്തു നിന്നും അപ്രൂവൽ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഗുരുജനങ്ങൾ നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് ഭഗവാൻ പറയും, ആളെ മനസ്സിലായി, എനിക്കറിയാം, ആള് ആത്മാർത്ഥമുള്ള ആളാണ് എന്ന് ഭഗവാൻ ഓൾറെഡി അറിയുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ ഭഗവാൻ പറയും ശരി, അതുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യും, പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യും. ഇനി അതല്ല, ചില സമയങ്ങളിൽ നമ്മുടെ ഗുരു കൺവിൻസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഭഗവാന്റെ മുമ്പിൽ തെളിവുകൾ അല്ലെങ്കിൽ അവരുടെ ഭഗവാന്റെ മുമ്പിൽ നമ്മുടെ ഗുരു നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്ത് തെളിയിച്ചു കൊടുക്കും, ഇന്ന വ്യക്തി ഞാൻ അല്ലെങ്കിൽ എൻ്റെ ശിക്ഷണത്തിൽ അല്ലെങ്കിൽ ആശ്രിതനായിരുന്നു, അങ്ങനെ ക്വാളിഫൈഡ് ആണ് എന്ന് ഞാൻ ഉറപ്പ് തരുന്നു എന്ന് പറഞ്ഞ്, അപ്പോൾ ഭഗവാൻ ചോദിക്കും ഉറപ്പാണോ? അല്ല, ഓക്കെ അല്ലേ, ശരി എന്നാ വിളിച്ചോളൂ. അങ്ങനെയും വരും. ഇപ്പോൾ രണ്ട് തരത്തിൽ വരാം. പക്ഷേ ഭഗവാൻ കാണുന്നു നമ്മൾ നമ്മുടെ ഗുരുജനങ്ങളെയും ഭക്തരെയും സേവനം ചെയ്യുന്നത് കാണുമ്പോൾ ഭഗവാന് ഒരുപാട് സന്തോഷം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ശ്ലോകത്തിൽ പറയുന്നത് അതാണ്, ഗുരുവിനെയും ഭഗവാനെയും ഒരേപോലെ നമ്മൾ സേവനം അല്ലെങ്കിൽ ഒരേപോലെ വിശ്വാസത്തോടു കൂടിയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, സേവനങ്ങൾ ചെയ്യുകയാണെങ്കിൽ ശാസ്ത്രങ്ങളൊക്കെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ഇല്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവാൻ സാധിക്കില്ല. അതുകൊണ്ട് ഗുരുജനങ്ങളെ നമ്മൾ ഭഗവാന് തുല്യം അല്ലെങ്കിൽ ഭഗവാനെ പോലെ, തുല്യം ഒന്നും ഉദ്ദേശിക്കുന്നത് ഭഗവാനായിട്ടല്ല അവരെ കാണുന്നത്, ഭഗവാന്റെ ശുദ്ധഭക്തരായിട്ട്, ഭഗവാന്റെ പാർഷദരായിട്ട്, ഭഗവാന്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട്, പ്രതിനിധികളായിട്ട് നമ്മൾ അവരെ കാണുന്നു. പക്ഷേ നമ്മൾ ഭഗവാനെ ആരാധിക്കുന്നത് പോലെ, ഭഗവാനെ സേവിക്കുന്നത് പോലെ തന്നെ അതേപോലെ നമ്മൾ ഇവരെയും സേവിക്കുന്നു. അതാണ് സക്സസ്. നമ്മുടെ ഭക്തി ജീവിതത്തിലെ സക്സസ് എന്ന് പറഞ്ഞാൽ അതാണ് ശരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് സാധിക്കില്ല, അത് തീർച്ചയായിട്ടും സാധിക്കില്ല, അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ നമുക്ക് സാധിക്കില്ല. ഓക്കെ, അടുത്ത ശ്ലോകം. ത്രൈവിദ്യമാം സോമപ പൂതപാപ യജ്ഞൈർ ഇഷ്ട്വാ സ്വർഗതിം പ്രാർത്ഥയന്തെ തേ പുണ്യം ആസാദ്യ സുരേന്ദ്രലോകം അസ്നന്തി ദിവ്യാൻ ദിവിദേവ ഭോഗാൻ. യെസ്, ആരാ വായിക്കുന്നത്? ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാമം. പ്രണാമം, വായിക്കൂ. ത്രൈവിദ്യാമാം സോമപാപൂത
പാപ യജ്ഞൈരിഷ്ടോ സ്വർഗതിം പ്രാർത്ഥയന്തേ തേ പുണ്യ ആസാദ്യ സുരേന്ദ്രലോകം അശ്നന്തി ദിവ്യാൻ ദിവി ദേവ പോകാൻ. വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദിക്ക് ജയം. സ്വർഗീയ സുഖങ്ങൾ കാക്ഷിച്ച് വേദപഠനം നടത്തുന്നവരും സോമപാനം ചെയ്യുന്നവരും മറ്റൊരു വിധത്തിൽ ഭജിക്കുന്നത് എന്നെയാകുന്നു. പാപഫലങ്ങളിൽ നിന്ന് മുക്തരായി പുണ്യലോകമായ ഇന്ദ്രന്റെ സ്വർഗത്തിൽ ജനിച്ച് അവർ ദിവ്യ സുഖങ്ങളെ അനുഭവിക്കുന്നു. ഭാവാർത്ഥം ത്രൈവിദ്യ എന്ന വാക്ക് 3 വേദങ്ങളെ സാമം, യജുസ്, ഋക് കുറിക്കുന്നു. ഈ 3 വേദങ്ങളും പഠിച്ച ബ്രാഹ്മണനെ ത്രിവേദി എന്ന് പറയും. ഈ വേദങ്ങളിൽ നിന്ന് കിട്ടിയ ജ്ഞാനത്തിൽ അത്യന്തം താല്പര്യമുള്ള ഒരാൾ സമൂഹത്തിൽ ആദരിക്കപ്പെടുന്നു. നിർഭാഗ്യവശാൽ വേദപഠനത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്തെന്നറിയാത്ത ധാരാളം മഹാപണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ടാണ് കൃഷ്ണൻ ത്രിവേദികളുടെ അന്തിമ ലക്ഷ്യം താനാണെന്ന് ഇവിടെ പ്രഖ്യാപിക്കുന്നത്. യഥാർത്ഥ ത്രിവേദികൾ കൃഷ്ണന്റെ ചരണ കമലങ്ങളെ ആശ്രയിച്ച് ഭഗവത് പ്രീതിക്കായിക്കൊണ്ട് ശുദ്ധ ഭക്തി സേവനത്തിൽ ഏർപ്പെടും. ഈ ഭക്തിയുത സേവന ക്രിയ ഹരേ കൃഷ്ണ മന്ത്രോച്ചാരണത്തോടും ഒപ്പം തന്നെ കൃഷ്ണന്റെ സത്യമറിയാനുള്ള യത്നത്തോടും കൂടി ആരംഭിക്കുന്നു. ഔദ്യോഗികമായി മാത്രം വേദാധ്യയനം ചെയ്യുന്നവർ നിർഭാഗ്യവശാൽ ഇന്ദ്രനും ചന്ദ്രനും പോലുള്ള വിവിധ ദേവതകൾക്കായി യജ്ഞാഹൂതി ചെയ്യുന്നതിലാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. ഇപ്രകാരമുള്ള യജ്ഞാദികളാൽ പ്രകൃതിയുടെ അധമ ഗുണങ്ങളാൽ ഉണ്ടാകും മാലിന്യങ്ങളിൽ നിന്ന് മോചനം നേടി പരിശുദ്ധരായ ഈ ദേവാരാധകർ മഹർലോകം, ജനോലോകം, തപർലോകം മുതലായ ഉയർന്ന ഗ്രഹവ്യൂഹങ്ങളിലേക്ക് ഉയർത്തപ്പെടുന്നു. അത്തരം ഉന്നത ഗ്രഹവ്യൂഹങ്ങളിൽ എത്തിച്ചേർന്നവർക്ക് ഭൂമിയിൽ ലഭിക്കാവുന്നവയേക്കാൾ അനേകായിരം മടങ്ങ് വൈശിഷ്ട്യമുള്ള ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കാൻ കഴിയും. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ പറയുന്നു വേദങ്ങൾ പഠിക്കുന്നവർ ചിലവർ വേദങ്ങളിലൊക്കെ പഠിക്കുന്നു. സാമവേദ, യജുർവേദ, ഋഗ്വേദമൊക്കെ പഠിച്ച് അതേപോലെ തന്നെ സോമരസം കുടിക്കുവാൻ ആഗ്രഹിച്ച് അവർ എവിടെയാണ് എത്തിപ്പെടുന്നത്? സ്വർഗലോകങ്ങളിലേക്ക്. സ്വർഗലോകങ്ങളിലേക്ക് ചുരുക്കം പറയുകയാണെങ്കിൽ ഈ ശ്ലോകം 20-ാമത്തെ ശ്ലോകം മുതൽ 25-ാമത്തെ ശ്ലോകം വരെ അടുത്ത 6 ശ്ലോകങ്ങൾ പറയുന്നത് എന്താണ്? ഈ അന്യദേവ ആരാധനയെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ പറയുന്നു അന്യദേവന്മാരുടെ ഉപാസനയെക്കുറിച്ചാണ് ഈ ശ്ലോകങ്ങളിൽ പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം വേദങ്ങൾ ചിലവർ പഠിക്കുന്നതും അല്ലെങ്കിൽ വേദങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് വേദങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് അങ്ങനെയുള്ള സ്വർഗലോകങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നവർ, അവിടെ പോയി സോമരസം കുടിക്കണം എന്ന ആഗ്രഹം, അപ്പോൾ അങ്ങനെ പലവരും പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഭക്തിയല്ല, പുണ്യം ചെയ്യുന്നു. അപ്പോൾ പുണ്യം ചെയ്യുമ്പോഴൊക്കെ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള ചാൻസാണ് കിട്ടുന്നത്. പക്ഷേ അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നു അങ്ങനെ ചെയ്യുന്നവരും, അതായത് ഈ സ്വർഗലോകം ആണ് ലക്ഷ്യം, സ്വർഗലോകത്തെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്നവരും ഒരു തരത്തിൽ നോക്കുവാണെങ്കിൽ ഡയറക്റ്റായിട്ടല്ല ഇൻഡയറക്റ്റായിട്ട് എന്നെ തന്നെയാണ് അവർ ആരാധിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇൻഡയറക്റ്റായിട്ട്, പക്ഷേ അത് ശരിയായിട്ടുള്ള രീതിയിലല്ല. ഡയറക്റ്റ്ലി അദ്ദേഹം അല്ലെങ്കിൽ അവർ ചെയ്യുന്നില്ല. കാര്യം ഇവർ അറിയാലോ, നമ്മൾ എന്ത് യജ്ഞം ചെയ്യുവാണെങ്കിലും വേദങ്ങളിൽ പറയുന്ന പോലെ എന്ത് യജ്ഞം ചെയ്യുവാണെങ്കിലും യജ്ഞപുരുഷൻ ഭഗവാനാണ്. അതിൻ്റെ ഇടയിൽ ദേവന്മാരുണ്ട്. അപ്പോൾ പലപ്പോഴും ഭഗവാനാണ് യജ്ഞപുരുഷൻ എന്നുള്ളത് ആളുകൾ അറിയാതെയാണ് ചെയ്യുന്നത്, അത് അറിയില്ല. അപ്പോൾ മറ്റുള്ള ദേവതമാരെ അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പല യജ്ഞങ്ങളും പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷേ ഇതിൻ്റെ അൾട്ടിമേറ്റ്ലി അത് ഭഗവാനിലേക്ക് എത്തുന്നു എന്നുള്ളത് അവർ മറക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭഗവാനിലേക്ക് എത്തുന്നു എന്നുണ്ടെങ്കിൽ പോലും പക്ഷേ അത് ശരിയായിട്ടുള്ള ഡയറക്റ്റായിട്ടുള്ള ഒരു വിധിമാർഗമല്ല അത്. അതാണ് കാര്യം. ഉള്ളിൽ വേറെ ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഈ യജ്ഞങ്ങൾ ചെയ്യുന്നത്. അവിടെയാണ് പ്രശ്നം ഇരിക്കുന്നത്, അല്ലേ? ഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് നേരിട്ട് ഭഗവാന് വേണ്ടിയിട്ട് യജ്ഞങ്ങൾ ചെയ്യുവാണെങ്കിൽ വ്യത്യാസമുണ്ട്. ഇത് അവനവൻ്റെ ഇന്ദ്രിയ സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ടും ഇതേപോലെ സ്വർഗലോകങ്ങളിലേക്ക് പോയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കാനല്ല ആരും പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്. സ്വർഗലോകത്തിൽ കരച്ചിലല്ല എന്നറിയാം ആളുകൾക്ക്. സ്വർഗലോകത്തിൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ ഇന്ദ്രിയ സുഖഭോഗങ്ങൾ നേടാം എന്ന് അറിയാം.
വേദങ്ങളിൽ പറയുന്നുണ്ട്, അതുകൊണ്ട് അത് ചെയ്യുന്നു. അതുകൊണ്ട് അതാണ് അവർ ചെയ്യുന്നു. അപ്പോൾ ആ ചെയ്യുന്ന വ്യക്തികളുടെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, സ്വർഗത്തിലേക്ക് പോവുക, സുഖിക്കുക, അല്ലാതെ വേറെ ഒന്നുമില്ല. ഭഗവാൻ പിക്ചറിലേ ഇല്ല. അങ്ങനെ ചെയ്തിട്ടും അതും ഇൻഡയറക്റ്റ്ലി ഭഗവാനിലേക്ക് എത്തുന്നു എന്ന് ഭഗവാൻ പറയുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അവർ ചെയ്യുന്നത് ശരിയായിട്ടുള്ള രീതിയിലൂടെ അല്ലെങ്കിൽ പോലും ഭഗവാൻ അതും സ്വീകരിക്കുന്നുണ്ട്. അതാണ് ഭഗവാന്റെ മഹാകാരുണ്യം. അപ്പോൾ അങ്ങനെ പതിയെ പതിയെ ഇങ്ങനെയൊക്കെ ചെയ്ത് എപ്പോഴെങ്കിലും ഭഗവാൻ നമുക്ക് ശുദ്ധ ഭക്തിയിലേക്ക് എത്തുവാനുള്ള മാർഗവും നമുക്ക് പറഞ്ഞു തരുന്നു. നമ്മളും ഒരുപക്ഷെ ഒരുപാട് ഇതേപോലെ യജ്ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും, സ്വർഗലോകത്തിലും പോയിട്ടുണ്ടാവും, ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ടാവും. അവിടെ പോയി ക്രെഡിറ്റ് എല്ലാം കഴിയുമ്പോൾ തിരിച്ചു വീണിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സ്ലോലി ഗ്രാജുവലി നമ്മളിപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടില്ല. പക്ഷേ എന്നാലും ഗുരുജനങ്ങളുടെ മഹാകാരുണ്യം കൊണ്ട് എങ്ങനെയൊക്കെയോ ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് നമ്മൾ ആഴ്ചയിൽ ഭഗവത്ഗീത പഠിക്കുന്നു, ഭാഗവതം പഠിക്കുന്നു, എന്നും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നാമം ജപിക്കുന്നു. നാമം ശുദ്ധനാമമല്ല ജപിക്കുന്നത്, അപരാധത്തോട് കൂടിയിട്ടാണ് ജപിക്കുന്നത്, ശ്രദ്ധയോട് കൂടിയിട്ടല്ല നാമം ജപിക്കുന്നത്. അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ ചെയ്യുന്നു, പ്രോസസ്സ് കറക്റ്റാണ് ചെയ്യുന്നത്, അല്ലേ? ഈ പറയുന്ന ശ്രവണം, കീർത്തനം, സ്മരണം തന്നെയാണ് ശാസ്ത്രങ്ങളിൽ പറയുന്നത്. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ക്വാളിറ്റി മോശമാണെങ്കിലും, അതാണ് പോയിന്റ്. ക്വാളിറ്റി മോശമായിക്കോട്ടെ, അറ്റ്ലീസ്റ്റ് നമ്മളത് ചെയ്യുന്നുണ്ടോ, അത് തന്നെ വലിയൊരു കാര്യമാണ്. അത് വലിയൊരു മാറ്റമാണ് നമ്മുടെ ലൈഫിൽ നടന്നിട്ടുള്ളത്. വലിയൊരു സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്വാളിറ്റി കുറഞ്ഞാലും നമ്മളത് ചെയ്യുന്നുണ്ടല്ലോ, അതാണ്. ഇനി ക്വാളിറ്റിയോടുകൂടി ചെയ്യുമ്പോഴോ എന്തായിരിക്കും സംഭവിക്കുന്നത്? നമ്മുടെ വേഗത കൂടും, ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള സ്പീഡ് കൂടും, വേഗത കൂടും. അതാണ് പറയുന്നത്. ശില പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നത് ഇത് തന്നെയാണ്. ത്രിവേദങ്ങളെക്കുറിച്ച് പറയുന്നു, 3 വേദങ്ങളെക്കുറിച്ച്. അപ്പോൾ പലവരും ഭൗതിക ഇച്ഛയോട് കൂടിയിട്ട് വേദപഠനം നടത്തി ഇതുപോലുള്ള സ്വർഗ്ഗലോകങ്ങളിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പല യത്നങ്ങളും ചെയ്യുന്നു. എന്നാൽ ശരിക്കു പറയുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ശരിക്കും പറയുകയാണെങ്കിൽ വേദങ്ങളിലൊക്കെ പറയുന്ന കാര്യം യജ്ഞങ്ങളും ഇതും ചെയ്ത് സ്വർഗ്ഗലോകത്തിലേക്ക് പോകാനല്ല. അതാ പറയുന്ന എല്ലാ വേദങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭഗവാനിലേക്ക് എത്തുവാനുള്ള പല മാർഗങ്ങളാണ്. അത് ഓരോരുത്തർക്കും ഓരോ തരത്തിൽ അതിനെ എടുക്കുന്നു എന്ന് മാത്രം. കാര്യം അവനവൻ്റെ ആഗ്രഹങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ മാറുന്നത്. അതാണ്. അപ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട മാർഗവും ശില പ്രഭുപാദിയോട് പറയുന്നു. ഭക്തിയുത സേവനം, ഹരേകൃഷ്ണ മഹാമന്ത്ര ജപത്തിലൂടെ നമ്മൾ ഭഗവാനെ ശ്രവണം, കീർത്തനം, സ്മരണം, ഈ പറയുന്ന നവവിധ ഭക്തി നമ്മൾ ചെയ്യുന്നു. അതിലെ തുടക്കം ശ്രവണവും കീർത്തനവുമാണ്. അതിൽ താരമധ്യ സർവശ്രേഷ്ഠ നാമസങ്കീർത്തൻ, നിരപരാധ നാമലോ പായ പ്രേമദൻ, ഭജനേര മധ്യശ്രേഷ്ഠ നവവിധ ഭക്തി കൃഷ്ണദീത്തെ. നമ്മുടെ ഭജന മാർഗത്തിൽ വെച്ച് നവവിധ ഭക്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട രീതി. വെച്ച് ഭജനേര സർവശ്രേഷ്ഠ നാമസങ്കീർത്തനമാണ്. അപ്പോൾ നാമസങ്കീർത്തനമാണ് സർവശ്രേഷ്ഠമായിട്ടുള്ളത്. നിരപരാധ നാമല് പായ പ്രേമതൻ, നിരപരാധ നാമം ജപിക്കുകയാണെങ്കിൽ, നിരപരാധ നാമം നമ്മൾ ജപിക്കുകയാണെങ്കിൽ, സങ്കീർത്തനമാണെങ്കിലും ജപമാണെങ്കിലും എന്ത് സംഭവിക്കുന്നു? പായ പ്രേമതൻ. അപ്പോൾ പ്രേമം, കൃഷ്ണപ്രേമത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നു. അതാണ്. പക്ഷെ നിരപരാധം നാമം ആയിരിക്കണം എന്നുള്ളത് ഒരു പോയിന്റും കൂടി ഉണ്ട്. സാരമില്ല, ആ സ്റ്റേജിലേക്ക് നമ്മൾ പതിയെ എത്തും. മാർഗം ശരിയാണ് നമ്മുടെ. ഇനി അത് പതിയെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമ്മുടെ ശ്രമം കൊണ്ടും അപരാധങ്ങൾ ചെയ്യാതെ, അതായത് അറിഞ്ഞുകൊണ്ടും അറിയാതെയും, അല്ലെങ്കിൽ വൈഷ്ണവ അപരാധങ്ങൾ പോലുള്ള അപരാധങ്ങൾ ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വേഗതയിൽ തന്നെ പോകാൻ സാധിക്കും. ഇനി ഇന്ദ്രലോകം, ചന്ദ്രലോകം, മഹർലോകം, ജനലോകം, തപർലോകവും ഒന്നല്ല നമ്മുടെ ഉദ്ദേശം. തപോലോകം, ജനലോകം, മഹർലോകം ഒന്നല്ല. ഇതൊക്കെ ഈ ഭൗതിക ലോകത്തിൽ തന്നെ, ഈ ബ്രഹ്മാണ്ടത്തിൽ, നമ്മുടെ ഈ ബ്രഹ്മാണ്ടത്തിൽ തന്നെയുള്ള ഉപരി ഗ്രഹങ്ങളാണ് ഇതെല്ലാം.
അവിടേക്ക് നമുക്ക് പോകാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. കാര്യം നമ്മളിതെല്ലാം ബ്രഹ്മാണ്ടം താണ്ടി, എന്തിനു പറയണം ബ്രഹ്മാണ്ടം, ഭൗതിക ലോകം മുഴുവനും താണ്ടി ഭഗവാന്റെ അടുത്തേക്ക്, ആ ആധ്യാത്മിക ലോകത്തിലേക്ക് പ്രവേശിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്, അല്ലാതെ വേറൊന്നുമല്ല. ഓക്കെ, ഒരു ശ്ലോകം കൂടെ നോക്കാം. തേതം ഭൂത്വാ സ്വർഗലോകം വിശാലം, തേതം ഭുക്ത്വാ സ്വർഗലോകം വിശാലം, ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി, ഏവം ത്രയീ ധർമ്മം അനുപ്രപന്ന, ഗദാഗദം കാമ ലഭന്തെ. യെസ്. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. മാതാജി വായിച്ചോളൂ. വായിച്ചോളൂ ഹരേ മാതാജി. കൃഷ്ണ. തേതം ഭോക്ത്വാ സർഗലോകം വിശാലം, ക്ഷീണേ പുണ്യേ മത്തലോകം വിശന്തി, ഏവം തൃതീയധർമ്മമനുപ്രപന്ന, ഗതാഗതം കാമാലഭന്തെ. ഇങ്ങനെ സ്വർഗീയങ്ങളായ ഇന്ദ്രിയ സുഖങ്ങൾ ഒട്ടേറെ അനുഭവിച്ച് തങ്ങൾ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ബലമെല്ലാം നഷ്ടപ്പെടുമ്പോൾ അവർ ഈ നശ്വരമായ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നു. വേദത്രയ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന സുഖാനുഭോഗാന്വേഷികൾക്ക് ജന്മമൃത്യു പരമ്പരയല്ലാതെ മറ്റൊന്നും കിട്ടാനില്ല. ഭാവാർത്ഥം: ഉന്നത ഗ്രഹങ്ങളിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടുന്നവർക്ക് ദീർഘജീവിതം ആസ്വദിക്കുന്നതോടൊപ്പം ഇന്ദ്രിയ സുഖങ്ങൾക്കുള്ള നല്ല സുഖ സൗകര്യങ്ങളും ലഭിക്കുന്നു. പക്ഷേ അവിടെ ചിരകാലം അവർക്ക് താമസിക്കാൻ സാധിക്കുകയില്ല. പുണ്യകർമ്മങ്ങളുടെ ബലമെല്ലാം നഷ്ടപ്പെടുമ്പോൾ ഈ ഭൂമിയിലേക്ക് അയക്കപ്പെടുന്നു. വേദാന്ത സൂത്രം സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ജന്മാദ്യസ്യയതഃ, പൂർണ്ണജ്ഞാനം നേടിയിട്ടില്ലാത്ത അഥവാ എല്ലാറ്റിനും കാരണഭൂതനായ കൃഷ്ണനെ അറിയാത്തവർക്ക് ജീവിതത്തിന്റെ പരമലക്ഷ്യം പ്രാപിക്കുന്നതിൽ പരാജയമാണ് അനുഭവം. ഉപരിലോകങ്ങളിലേക്കുള്ള പ്രയാണവും വീണ്ടും ഭൂലോകവാസവും അവർക്കൊരു പതിവായി തീരുന്നു. താണും പൊങ്ങിയും കൊണ്ട് ഈ ചക്രത്തിരിച്ചൽ തുടർന്നു പോരും. താഴോട്ട് തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത ആത്മീയ ലോകത്തിലേക്ക് ഉയരുന്നതിനു പകരം മേലും കീഴുമായുള്ള ഗ്രഹവ്യൂഹങ്ങളിലൂടെ ജനിച്ചും മരിച്ചും ചുറ്റിത്തിരികയാണവർ. സച്ചിദാനന്ദാത്മകമായ ഒരു ശാശ്വത ജീവിതം അനുഭവിക്കാനും പിന്നീട് ഒരിക്കലും ക്ലേശപൂരിതമായ ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരാതെ കഴിക്കാനും വേണ്ടി ആധ്യാത്മിക ലോകം തേടുകയാണ് എല്ലാവരും ചെയ്യേണ്ടത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഇവിടെ പറയുന്നു, പ്രധാനപ്പെട്ട വാക്ക് ഇവിടെ സംസ്കൃത പദം എന്താണ്? ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. എപ്പോഴും ഓർക്കേണ്ട ഒരു ശ്ലോകമാണ്, അല്ലെങ്കിൽ ഓർക്കേണ്ട ഒരു വരിയാണ് ഇത്. ക്ഷീണേ പുണ്യ മർത്യലോകം വിശന്തി. അതായത് നമ്മൾ ഇതുപോലെ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്ത്, ഒരു പക്ഷേ വേദങ്ങളിൽ പറയുന്ന പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്ത് നമ്മൾ സ്വർഗലോകം പോകുന്നു, സ്വർഗലോകത്തിലേക്ക് പോകാൻ സാധിക്കുന്നു. പക്ഷെ എന്ത് സംഭവിക്കുന്നു? ക്ഷീണേ പുണ്യേ, ആ പുണ്യം കഴിയുമ്പോൾ, ആ ക്രെഡിറ്റ് കഴിയുമ്പോൾ എന്താണ്? മർത്യലോകം വിശന്തി, മർത്യലോകത്തിലേക്ക് വീഴുന്നു വീണ്ടും. അതാണ്. അപ്പോൾ ഈ സ്വർഗലോകം ഒന്നും അവിടെ ഇരിക്കുന്നത് പെർമനൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമല്ല, നമുക്ക് ഇരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇന്ദ്രനും ചന്ദ്രനും മറ്റു ദേവദേവന്മാരുടെ കാര്യമല്ല പറയുന്നത്, അവരൊക്കെ അതിന് വേണ്ടിയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ളതാണ്, ഭഗവാൻ തന്നെ നിയോഗിച്ചിട്ടുള്ളതാണ്. നമ്മളെപ്പോലുള്ളവർ, മനുഷ്യർ, ചിലവർ ഇതുപോലെ സ്വർഗ്ഗലോകത്തിലേക്ക് പോകുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ ക്രെഡിറ്റ് തീരുമ്പോൾ ഇവിടെ താഴോട്ട് തിരിച്ചു വരും. അങ്ങനെയുള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. കാര്യം നമ്മളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ മനുഷ്യരാശിക്ക് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്നതാണ് ഭഗവത്ഗീത, അല്ലേ? അപ്പോൾ നമുക്ക് പറഞ്ഞു തരുവാണ്, ഇവിടെ ഇരുന്നു കൊണ്ട് ഒരുപാട് പുണ്യകാര്യങ്ങളൊക്കെ ചെയ്ത്, പുണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള പുണ്യങ്ങൾ, അല്ലെങ്കിൽ ഭഗവാൻ ആണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന് മനസ്സിലാക്കാതെ മറ്റുള്ള വേദങ്ങളിൽ പറയുന്ന മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു കാര്യം, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപക്ഷെ സ്വർഗ്ഗലോകത്തിലേക്ക് വരെ പോകാൻ സാധിക്കും. ക്രെഡിറ്റ് തീരുമ്പോൾ തിരിച്ച് വരേണ്ടി വരുന്നു. ഇതാണ്. അപ്പം നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം അതല്ല ശരിക്കും, അല്ലെങ്കിൽ അതാവരുത്. നമ്മുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, തിരിച്ച് ഭഗവത് ധാമത്തിലേക്ക് പോവാം. അല്ലാതെ തിരിച്ചു വരാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല.
ഇതേപോലെ അതാണ് ഭഗവത് ധാമത്തിൻ്റെ പ്രത്യേകത. എന്താണ്? ഈ ക്ഷീണെ പുണ്യെ മർത്യലോകം വിശന്തി എന്ന് സ്വർഗ്ഗലോകത്തെക്കുറിച്ച് പറയുന്നു. പുണ്യം കഴിയുമ്പോൾ തിരിച്ചു വരുന്നു ഭൗതിക ലോകത്തിൽ, അല്ലെങ്കിൽ ഭൗതിക ലോകമല്ല, മർത്യലോകത്തിലേക്ക്, നമ്മളിപ്പോൾ ഇരിക്കുന്ന ലോകത്തിലേക്ക്. നമ്മളിരിക്കുന്നത് മർത്യലോകം, സ്വർഗ്ഗലോകം മുകളിലുള്ളത്. പക്ഷേ എന്നാൽ ഭഗവാൻ പറയുന്ന ഇന്നതത് ഭാഷദേശു സൂര്യോ ന ശശാങ്കോ ന പാവക യത് ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമമ. യത് ഗത്വാ ന നിവർത്തന്തേ, ഭഗവാൻ പറയുന്നു അവിടെ എത്തുകയാണെങ്കിൽ, എവിടെ? ആ ധാമത്തിൽ. ഏത് ധാമത്തിലാണോ? നമ്മളെപ്പോലെ ഇവിടെയുള്ള ഭൗതിക ലോകത്തിൽ സൂര്യനില്ലാതെ വെളിച്ചമില്ലാത്ത ലോകം, അല്ലെങ്കിൽ ഇവിടെ ചന്ദ്രനില്ലാതെ കാര്യങ്ങൾ നടക്കില്ല, സൂര്യനില്ലാതെ കാര്യങ്ങൾ നടക്കില്ല. അങ്ങനെയുള്ള ലോകമല്ല ഭഗവാൻ പറയുന്നത്. എൻ്റെ ധാമം, തദ്ധാമം, ഭഗവാന്റെ ഭഗവാന്റെ ധാമം, വൈകുണ്ഠ ലോകങ്ങൾ. അവിടെ ഒരിക്കൽ വരികയാണെങ്കിൽ യത് ഗത്വാ ന നിവർത്തന്തേ, ഒരിക്കലും തിരിച്ചു വരില്ല അവിടെ പോയിട്ടുള്ളവർ. വീഴ്ച ഒരിക്കലും സംഭവിക്കില്ല. ഇതാണ് പറയുന്നത്. നമുക്ക് പോകേണ്ടത് അവിടേക്കാണ്. അല്ലാതെ വീഴുന്ന സ്ഥലത്തേക്ക് പോയിട്ട് കാര്യമില്ല. കൂടുതൽ സമയം നമ്മുടെ കയ്യിൽ ഇല്ല. അവിടെ പോയി കഴിഞ്ഞാൽ വേറെ പ്രശ്നം അതാണ്. പ്രത്യേകിച്ചും നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രീ ചൈതന്യ മഹാപ്രഭു, ഇപ്പോൾ കലിയുഗത്തിലാണ് നമ്മൾ. ശ്രീ ചൈതന്യ മഹാപ്രഭു അവതാരം എടുത്തിട്ട് 500 വർഷമേ ആയിട്ടുള്ളൂ. ആ മഹാപ്രഭുവിൻ്റെ അവതാരത്തിൻ്റെ ആ ഒരു പ്രഭാവം ഈ ലോകത്ത് നിൽക്കാൻ പോകുന്നത് ഒരു 10,000 വർഷത്തോളം മാത്രമാണ്. അതിനുശേഷം മഹാപ്രഭുവിൻ്റെ പ്രഭാവം പോകുന്ന കാര്യം, അത് എല്ലാ അവതാരങ്ങളുടെയും അങ്ങനെയാണ്. കുറച്ച് വർഷങ്ങളാണ് അതിൻ്റെ പ്രഭാവം നിൽക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ആ യുഗം പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് പല മാറ്റങ്ങളും സംഭവിക്കാം. അപ്പോൾ മഹാപ്രഭുവിൻ്റെ അവതാരത്തിന് ശേഷം 10,000 വർഷമാണ് സമയമുള്ളത്, ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ 10,000 വർഷത്തിനുള്ളിൽ നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് പോയിട്ടില്ലെങ്കിൽ നമ്മുടെ കാര്യം ബുദ്ധിമുട്ടാണ്. കാര്യം തിരിച്ച് നമ്മൾ വരുമ്പോൾ, അല്ലെങ്കിൽ സ്വർഗ്ഗലോകത്തിലേക്കൊക്കെ പോയി നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇവിടെ ഹരേകൃഷ്ണ മഹാമന്ത്രം ചൊല്ലുന്ന ആരും ഉണ്ടാവില്ല. ഇതേപോലെ സൂമിൽ സത്സംഗം ഉണ്ടാവില്ല, അമ്പലങ്ങളിൽ സത്സംഗങ്ങളും ഉണ്ടാവില്ല, ഭഗവത്ഗീത പാരായണം ഉണ്ടാവില്ല. അതൊക്കെ പോകും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സ്വർഗ്ഗലോകത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആയുസ് എന്ന് പറയുന്നത് ഒരുപാട് കാലമാണ്. ഇവിടുത്തെ 10,000 വർഷമാണ് മഹാപ്രഭുവിൻ്റെ പറയുന്നത്. ഇവിടുത്തെ 10,000 വർഷം എന്ന് പറയുന്നത് അവിടുത്തെ വെറും 100 ദിവസം പോലെയാണ്, അല്ലെങ്കിൽ വെറും 1000 വർഷം പോലെയാണ് അവിടുത്തെ കണക്കിൽ നോക്കുവാണെങ്കിൽ. അപ്പോൾ അവിടെ ചുരുങ്ങിയത് ആളുകൾ അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ 10,000 വർഷത്തിന് മേലെ ആളുകൾക്ക് അവിടെ ആയുസ്സുണ്ട്, അല്ലെങ്കിൽ അവിടെ നിൽക്കാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മളെങ്ങാനും അബദ്ധവശാൽ അവിടേക്കെങ്ങാനും പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോഴേക്കും 10,000 വർഷം തീരും. പിന്നെ ഹരേകൃഷ്ണ മഹാമന്ത്രം ഉണ്ടാവില്ല. ചൊവ്വാഴ്ചയിൽ ഭഗവത്ഗീത ക്ലാസ്സില്ല, തിങ്കളാഴ്ചയിൽ ഭാഗവതം ക്ലാസ്സില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ചാൻസ് ഇല്ല നമുക്ക് കളയാൻ വേണ്ടിയിട്ട്. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം. അപ്പോൾ നമ്മൾ ചിന്തിക്കും അടുത്ത ഓപ്ഷൻ. നമ്മളെപ്പോലുള്ള എന്താ പറയുക, ആളുകൾ ചിന്തിക്കുന്നത്, ഓക്കെ 10,000 വർഷം ഉണ്ടല്ലോ, ഈ വർഷം തന്നെ ഇപ്പോൾ തന്നെ ചെയ്യണമെന്ന് നിർബന്ധം ഇല്ലല്ലോ എന്നുള്ള ചോദ്യം വരും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൻ്റെ ഇടയിൽ എങ്ങാനും സ്വർഗത്തിലേക്ക് പോകുന്നൊരു കാര്യങ്ങളൊക്കെ ചെയ്ത് പുണ്യം അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ ഇവിടെ എത്തുമ്പോഴേക്കും കഴിഞ്ഞുമെല്ലാം. സോ ആ സമയത്ത്, അവിടെ പോകുന്ന സമയത്ത് നമുക്കിത് ഓർമ്മയുണ്ടാവില്ല. മഹാപ്രഭുവിൻ്റെ കാലമാണ്, മഹാപ്രഭുവിൻ്റെ കാലം തീരും, ഇവിടെ മഹാപ്രഭുവിൻ്റെ പ്രഭാവം 10,000 വർഷം തീരും, ആ ഗോൾഡൻ പീരീഡ് തീരും എന്നുള്ളത് അവിടെ പോകുമ്പോൾ നമുക്കൊന്നും ഓർമ്മയുണ്ടാവില്ല. കാര്യം അവിടെ നമ്മൾ സോമരസം കുടിച്ച് അപ്സരകളും അങ്ങനെ സുന്ദരിമാരായിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഇടയിൽ നമ്മൾ ഇന്ദ്രിയ സുഖഭോഗങ്ങൾ നേടുന്നതിൻ്റെ തിരക്കിലായിരിക്കും. അപ്പോൾ പിന്നെ എന്ത് ഓർക്കാനാണ് ഭഗവാനെക്കുറിച്ച്? ഒന്നും ഓർക്കാൻ പോകുന്നില്ല. സോ ഇങ്ങനൊരു ഡേഞ്ചർ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് നമുക്ക് റിസ്ക് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ആ പരമ ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള മാർഗം ഭഗവാനും
നമുക്ക് ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ഇത് തന്നെ നമ്മുടെ ഗുരുജനങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് വിശ്വാസത്തോടു കൂടി സ്വീകരിച്ച് ജീവിതത്തിൽ ആചരിച്ച് ആത്മാർത്ഥതയോടുകൂടി ആചരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ ഈ ജന്മത്തിൽ തന്നെ സാധിക്കും. സാധിക്കുന്നവരുണ്ടാവും, ഇല്ലെങ്കിൽ അധികം താമസിയാതെ തന്നെ അവിടേക്ക് പോകാനുള്ള മാർഗം ശരിയാവും. ഇതിന് ഒരു സംശയവും വേണ്ട. ആ ഒരു വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവാം. ഓക്കെ, സോ അതാണ് ഇന്നത്തെ ചർച്ച. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് 21-ാമത്തെ ശ്ലോകം വരെ നമ്മൾ കണ്ടു. 22-ാമത്തെ ശ്ലോകം ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത ആഴ്ചയിൽ നോക്കാം. ഓക്കെ, അടുത്ത ശ്ലോകം വളരെ മനോഹരമായിട്ടുള്ള ശ്ലോകമാണ്. അനന്യശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അടുത്ത ക്ലാസ്സിൽ ഭഗവാൻ അനുഗ്രഹിച്ചാൽ ചർച്ച ചെയ്യാം. വഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंतकोटि वैष्णव वृंद की जय. जगतगुरु शिला प्रभुपाद की जय. श्रीमद् भगवद गीता की जय. स्कॉन गुरु वृंद की जय. समवेद गौर भक्त वृंद की जय. गौड़ीय गुरु वृंद की जय. निताय गौर प्रेमानंदे. हरे कृष्ण. थैंक यू. जय जय श्री राधे श्याम.